നാളികേരം, 4 ചുവന്നുള്ളി വേണം, 1 കിലോ നൈസ് അരി. ഇനി നമുക്ക് അരിപ്പൊടി 1 കിലോ, നല്ല നൈസ് അരിപ്പൊടിയാണ്, അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി നൈസ്. ഇത് നമുക്ക് ഈ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പാലിലേക്ക് നമുക്ക് ഈ അരിപ്പൊടി ഇടാം. ഈ അരിപ്പൊടി നമുക്ക് ഈ പാലിലേക്ക് ഇടാവുന്നതാണ്. ഇട്ടതിന് ശേഷം മറ്റുള്ള സാധനങ്ങൾ നമുക്ക് അതിലേക്ക് ചേർക്കാനുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ചേർക്കാനുള്ള പഞ്ചസാര. അപ്പോൾ നമ്മൾ പഞ്ചസാരയും മുട്ടയും പാലും എല്ലാം കൂടി നമ്മൾ ഇതിൽ അരിപ്പൊടിയുടെ കൂടെ ഇട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് ഏതാണ്ട് ഈ ദോശയ്ക്ക് വരുന്ന മാവില്ലേ അതുപോലെ ലൂസിൽ നമ്മൾ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പിടണം. ഉപ്പെന്ന് പറഞ്ഞാൽ ഒരു നുള്ളേ ഇടാൻ പാടുള്ളൂ കേട്ടോ, ഉപ്പ് കൂടാൻ പാടുള്ളതല്ല. നമ്മളൊരു ഉപ്പിൻ്റെ ഒരു ഫ്ലേവർ പോലെ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നുള്ളു ഉപ്പ്. അങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, 1 ടേബിൾ സ്പൂണിൽ കുറച്ച് നുള്ളുപ്പ്. ആ ഉപ്പ് നമുക്ക് അതിൽ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഏകദേശം എള്ള്, അതായത് കറുത്ത എള്ള്, നമുക്കൊരു 1.25 സ്പൂണ് അവിടത്തോളം എള്ള്. ഞാനെല്ലാവരും സുമാർ അളവാണ് ഇടുന്നത് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടാനുസരണം. എള്ള് കൂടിക്കഴിഞ്ഞാലും ഭയങ്കര വൃത്തികേടും കാഴ്ചയ്ക്ക് ഒരു വൃത്തികേടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആവശ്യത്തിന് ഒരു 1.5 1.25 2 സ്പൂൺ വേണ്ട 1 കിലോന്. അത്രയിൽ കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്താണ് ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 1.25 സ്പൂൺ ഉണ്ടാവും ഈ എള്ള് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കി എള്ളെല്ലാം അവിടത്തേക്ക് ആകും വിധത്തിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്കപ്പോൾ മാവിലേക്ക് നോക്കിയാൽ അറിയാം എള്ള് എന്തോരം ഇതിലുണ്ട്, കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കായില്ലേ നമ്മുടെ, ഈ ഏലക്കായുടെ പൊടീനെ, ഈ ഏലക്കായുടെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഈ ഏലക്കായുടെ പൊടീനെ നമുക്ക് കുറച്ച് വെള്ളത്തിൽ ചാലിച്ച്, ഇതിൻ്റെ കൊറ്റനൊന്നും വീഴാൻ പാടില്ല. അപ്പോൾ നമുക്കതിനെ കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് അത് കലക്കിയിട്ട് ആ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇത് പഞ്ചസാര എടുത്ത ഗ്ലാസ്സാണ്. ഇതിലേക്ക് നമ്മൾ ഇട്ടിട്ട് നമ്മളൊന്ന് കുറച്ച് വെള്ളത്തിൽ, അതൊന്ന് കുതിരാൻ പാകത്തിനുള്ള വെള്ളത്തിൽ നമുക്ക് അതിനെ കഴുകിയെടുക്കാം. നല്ല വൃത്തിയിൽ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കാവൂ, നമുക്കത് വെള്ളം കൂടാനും പാടില്ല. കുറച്ച് വെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം അത്. അങ്ങനെ നമ്മളിപ്പോൾ ഇത് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത്, ഗ്ലാസ്സിലുള്ള പഞ്ചസാരയൊക്കെ മധുരം ഉണ്ടെങ്കിൽ ഉള്ള മധുരമൊക്കെ അതിലേക്ക് തന്നെ ആയിക്കോളും. പഞ്ചസാര എടുത്ത ഗ്ലാസ് ആയ കാരണമാണ് അതിൽ പഞ്ചസാരയുടെ തരിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളത് നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി നമുക്കിതിനെ അരിച്ചൊഴിക്കണം. അപ്പോൾ നമ്മൾ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. ആ പാലിൻ്റെ കലക്കി വെച്ചതിലേക്ക് വെച്ചിട്ട് നമ്മളിത് അരിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ആ കൊറ്റനൊന്നും അതിൽ വീഴാൻ പാടില്ല. വീണ് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഇത് നമുക്ക് നഷ്ടപ്പെടും, ഫിനിഷിങ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ഈ കൊറ്റനൊന്നും അതിലിടാത്തത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഘട്ടം കൂടി കഴിഞ്ഞിട്ടുണ്ട്. അത് നന്നായി നമ്മൾ പിഴിഞ്ഞ് അതിലേക്ക് വെച്ചിട്ടുണ്ട്.
ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കത് നന്നായിട്ട് ഏലക്കയുടെ ഫ്ലേവർ എല്ലായിടത്തേക്ക് ആവാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇരിക്കും തോറും ചിലപ്പോൾ കട്ടി കൂടും. മാവ് ഇങ്ങനെ നമ്മൾ കലക്കി വെച്ച് കുറേ നേരം ഇരിക്കുമ്പോൾ ചിലപ്പോൾ കട്ടി കൂടാൻ ചാൻസ് ഉണ്ട്. അത് കാരണം നമുക്ക് കട്ടി കൂടിക്കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് ലൂസാക്കണം. കണ്ടോ, അത് കട്ടി കൂടിയാൽ മാത്രം, കട്ടി കൂടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്കിത് 1 മണിക്കൂർ നേരത്തേക്ക് എടുത്തു വയ്ക്കാം. 1 മണിക്കൂർ എടുത്തു വയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ ഫ്ലേവറും മധുരവും എല്ലാത്തിലേക്കും മിക്സായി പിടിക്കുകയുള്ളൂ. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്കിത് 1 മണിക്കൂർ നേരത്തേക്ക് എടുത്തു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഇതിപ്പോൾ ചൂടായി എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് അച്ചപ്പം കിട്ടുന്നുണ്ട്. പിന്നെ ചട്ടിയിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അച്ച നന്നായിട്ട് ചട്ടിയിൽ വെച്ച് ചൂടാക്കണം. ചൂടാക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ മാവിലേക്ക് ഇങ്ങനെ മുക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ മുകളിൽ കൂടെ ഒരിക്കലും മാവ് കടക്കരുത്. ആ ലെവലിൽ മുട്ടിയില്ലാന്ന് പറഞ്ഞാൽ മുക്കി ഇതേപോലെ തന്നെ പൊന്തിച്ചെടുക്കുക. വീണ്ടും ഇതിലേക്ക് വയ്ക്കുക. 2 സെക്കൻഡ് പിടിച്ചതിന് ശേഷം എല്ലാം ഇളക്കി. അപ്പോൾ മാവ് വെറുതെ അങ്ങനെ വിട്ടു പോകുന്നത് നമുക്ക് കാണാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ അച്ചപ്പം വിട്ടു മാറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് അച്ചപ്പം ഉണ്ടാക്കുന്നത്.